ഇപ്പൊ ഉണ്ണിക്ക് സർപ്രൈസ് കൊടുക്കാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കാണ്. ഇപ്പൊ ആ ഒരു ഫീൽ എന്താ? പക്ഷെ ഇനിയിപ്പം പബ്ലിക്കലി വരുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് ചിലപ്പോ പുള്ളിക്കാരൻ കുറച്ച് ചോദിക്കുമായിരിക്കും. പണി വരുന്നുണ്ടവറാച്ച. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. തുറക്കട്ടെ. ഇതിന് വേണ്ടിട്ട് നിന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോകും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇവർക്ക് ഉണ്ണിച്ചേട്ടനെ എക്സൈറ്റഡ് ആക്കണല്ലോ. ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. 12th മാനിൽ മാത്രമല്ല, അതും നിങ്ങൾ പെയറായിട്ടൊന്നും അല്ല വന്നിരിക്കണേ. പക്ഷെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഉണ്ണിക്ക് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഉണ്ണിക്ക് പറ്റിയ ഗേളാണ് അനു. അപ്പൊ ഉണ്ണി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു. അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം ഒരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരുന്നത്? ചിരി വരും, പക്ഷെ എനിക്ക് ചിലപ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. കൊറേയായി കെട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല, ടൈമിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയാൻ കണ്ടിട്ടില്ലേ? ഞാൻ അത്രക്കാരൻ ടക്കേന്ന് കല്യാണം. അയ്യോ ഫ്രണ്ട്സ് ഒന്നും പറയണ്ട, ഇപ്പൊ പിന്നെ അതും പറയും ആൾക്കാര്. അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം, എന്തിനു വിടോന്നല്ല. എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടോന്നോ? പോണം, പോയേ പറ്റൂ. നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും. ഞാൻ ഒരിക്കലും എന്റെ നാട് വിട്ടിട്ട് ഇനി എന്തെങ്കിലും കെട്ടിയാലും ഒറ്റപ്പാലം വരെ വേണമെങ്കിൽ കെട്ടില്ലാന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും നമ്മളിവിടെ ഒരു നോ ബോർഡ് പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റപ്പാലത്ത് 4 കിലോമീറ്റർ അപ്പുറത്താ. ഈ മാതിരി ആളുകളെ നമുക്ക് പറ്റൂല. എന്റെ ഒരു ഓഫീസ് അവിടെ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വീട് പണിയുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു വീഡിയോ, അപ്പൊ ഞാൻ ഏത് വീഡിയോ ആരോ സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഫ്ലാറ്റിൽ നിങ്ങളുടെ വീട് കാണാൻ. ഇതിലൊന്നും ഒരു കാര്യമില്ലട്ടാ. നിങ്ങൾ അവിടെ റോഡിൽ നിന്ന് എന്ത് കാണിച്ചാലും എനിക്കറിയാം. ഇനിയിപ്പോ ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ പണി വീട് പണി തുടങ്ങും ചെയ്തു, മാറ്റാനും പറ്റൂല. അടുത്തിന് വെച്ചിട്ട് അവിടുത്തെ അച്ഛനെ ഞാൻ കണ്ടപ്പോ അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ അച്ഛൻ്റെ അടുത്ത്, ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഞാൻ ഉണ്ട്, എന്തുണ്ടെങ്കിലും വിളിച്ചോ. സന്തോഷമായി പഠിക്കണേട്ടാ, എനിക്ക് സന്തോഷം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമായിട്ട്. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ ഉള്ളതില്ല.